Hi students, welcome to our economics class. Today we are discussing about a new topic that is different sectors of the economy. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകൾ ഏതൊക്കെയാണ് എന്നതാണ്. All economic activities are classified under three main categories. അതായത് നമ്മുടെ എക്കോണമിയിലെ മുഴുവൻ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും നമ്മൾ മൂന്ന് പ്രധാന മേഖലകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. First one primary sector, second one secondary sector and third one tertiary sector. ഇപ്പോൾ പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പം അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, മൈനിങ്, ക്വാറിയിങ് ആൻഡ് ഫിഷറീസ്. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഖനനം, ക്വാറിയിങ്, മത്സ്യബന്ധനം ഇതൊക്കെയാണ് പ്രാഥമിക മേഖലയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. സെക്കൻഡറി സെക്ടറിലാണെങ്കിൽ മാനുഫാക്ചറിങ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ ആൻഡ് കൺസ്ട്രക്ഷൻ. ദെൻ ടെർഷ്യറി സെക്ടറിലാണെങ്കിൽ ട്രേഡ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ്, സർവീസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ എക്കോണമിയിലെ മുഴുവൻ എക്കണോമിക് ആക്ടിവിറ്റീസിനെയും മൂന്ന് പ്രധാന മേഖലകളായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. നമുക്ക് ഈ മൂന്ന് മേഖലകളിലുമായിട്ടുള്ള വർക്ക് ഫോഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലെടുക്കുന്നത് പ്രൈമറി സെക്ടറിൽ തന്നെയാണ്. 49% പ്രൈമറി സെക്ടറിലാണ് തൊഴിലെടുക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി സെക്ടറിലാണെങ്കിൽ 24% വർക്ക് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സെക്കൻഡറി സെക്ടറിനെയാണ്. അതുപോലെ 27% സർവീസ് സെക്ടർ. ഓക്കെ, ഇനി നമ്മൾ റൂറൽ ഏരിയാസിലും അതുപോലെ തന്നെ അർബൻ ഏരിയാസിലുമുള്ള പോപ്പുലേഷനിൽ എങ്ങനെയാണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ 67% വരുന്നത് റൂറൽ ഏരിയാസിൽ 67% ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈമറി സെക്ടറിനെയാണ്. സെക്കൻഡറി സെക്ടറിനെയാണെങ്കിൽ 16%, ടെർഷ്യറി സെക്ടറിലാണെങ്കിൽ 17%. ഓക്കെ, ദെൻ ഇത് നേരെ തിരിച്ച് അർബൻ ഏരിയാസിലോട്ട് പോകുമ്പം അവിടെ 63% ഓഫ് വർക്കേഴ്സും തൊഴിലെടുക്കുന്നത് സർവീസ് സെക്ടറിലാണ്. അതുപോലെ തന്നെ 44% സെക്കൻഡറി സെക്ടറിൽ. പ്രൈമറി സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ അർബൻ ഏരിയാസിൽ വളരെ കുറവാണ്. വെറും 9% ആളുകൾ മാത്രമാണ് പ്രൈമറി സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് റൂറൽ ഏരിയാസും അർബൻ ഏരിയാസിലെയും പോപ്പുലേഷൻ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതായത് തൊഴിൽ മേഖലയിലെ വളർച്ച എങ്ങനെയുള്ളതാണെന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് 1951 മുതൽ 2012 വരെയുള്ള ഇന്ത്യയുടെ GDPയുടെയും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് റേറ്റിൻ്റെയും ഗ്രോത്താണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1951 മുതൽ 1990 വരെയൊക്കെയുള്ള കാലയളവിലാണെങ്കിൽ GDPയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്, മന്ദഗതിയിലാണ്. പക്ഷേ 91 ശേഷം GDPയിൽ വളരെയധികം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതേസമയം നമ്മൾ എംപ്ലോയ്മെൻറ്റ് റേറ്റിൻ്റെ ഗ്രോത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വെറും 2% മാത്രമാണ് 1990 വരെയുള്ളത്. അതിനുശേഷമാണെങ്കിൽ അത് 0 ആയിട്ട് കുറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ GDP ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചിട്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, the situation of high growth with less job growth is called jobless growth. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷനെ പറയുന്നത്, അതായത് GDP ഇൻക്രീസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ട് ജോബ് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് ജോബ്ലെസ് ഗ്രോത്ത് എന്നാണ് കേട്ടോ. ദെൻ ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറഞ്ഞു, ഇതേപോലെയുള്ള രണ്ട് ടേമുകളാണ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, അതുപോലെ തന്നെ ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ഇതെന്താ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ മെയിനായിട്ട് ഇപ്പം വർക്ക് ഫോഴ്സിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് സെൽഫ് എംപ്ലോയിഡ്, കാഷ്വൽ വേജ് വർക്കേഴ്സ്, റെഗുലർ സാലറീഡ് എംപ്ലോയീസ് അല്ലേ. ഇപ്പോൾ കൂടുതൽ ആളുകളും റെഗുലർ സാലറീഡ് എന്ന് പറയുമ്പം അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറിയൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്ന ആളുകളാണ്, സ്ഥിരമായിട്ട് സാലറി വാങ്ങിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ പല പല ആനുകൂല്യങ്ങളും ഉള്ള ആളുകളാണ്. ഇപ്പോൾ പെൻഷൻസ് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റേണിറ്റി ലീവ്, ദെൻ അങ്ങനെ പല അലവൻസസും കിട്ടുന്ന ആളുകളാണ് ഈ ഒരു റെഗുലർ സാലറീഡ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇവർ അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ കുറച്ച് റിസ്കി ആയിട്ട് വരുന്ന കാര്യമാണ്, കാരണം സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിലോട്ട് ആളുകൾ വരുന്നത് വളരെ കുറവാണ്. കൂടുതൽ ആളുകളും കാഷ്വൽ
വേജ് വർക്കേഴ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കാഷ്വൽ ലേബേഴ്സായിട്ട് അവരുടെ പെർസെൻറ്റേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ ഒരു ട്രെൻഡിനെയാണ് എന്ത് പറയുന്നത്, കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. കാരണം റെഗുലർ സാലറിയുടെ എംപ്ലോയീസിൽ നിന്നും സെൽഫ് എംപ്ലോയീസിൽ നിന്നും ആളുകൾ എന്തിലോട്ട് മാറുക, കാഷ്വൽ ലേബേഴ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ട്രെൻഡിനെയാണ് നമ്മൾ കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്ത്, ഓർഗനൈസ്ഡ് സെക്ടറും അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടർ അല്ലേ, അതായത് സംഘടിത മേഖല അസംഘടിത മേഖല. അപ്പോൾ ഇതിനകത്ത് ഈ ഓർഗനൈസ്ഡ് സെക്ടർ അതിൻ്റെ മറ്റൊരു പേരാണ് ഫോർമൽ സെക്ടർ, ദെൻ അൺഓർഗനൈസ്ഡ് സെക്ടറാണ് ഇൻഫോർമൽ സെക്ടർ, ഔപചാരികം അനൗപചാരികം. ഓക്കെ, അപ്പോൾ ഫോർമൽ സെക്ടറിൽ വരുന്നത് എന്ന് വെച്ചാൽ ഈ ഓർഗനൈസ്ഡ് സെക്ടറിലുള്ളത് തന്നെയാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ റെഗുലർ സാലറീഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇതിൽ വരുന്നത്, ഫോർമൽ സെക്ടറിൽ വരുന്നത്. ദെൻ ഇൻഫോർമൽ സെക്ടറിലാണെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് അതുപോലെ തന്നെ കാഷ്വൽ വേജ് വർക്കേഴ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 94% ആളുകളും ജോബ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോർമൽ സെക്ടേഴ്സിലാണ്. ഫോർമൽ സെക്ടേഴ്സിൽ വെറും 6% മാത്രമാണ് ആളുകൾ. അപ്പോൾ ഇത്രയും ഇപ്പോൾ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയിട്ട് നമ്മൾ ഇത്രയും ഒരുപാട് 5 ഇയർ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ പല മേഖലകളിലായിട്ട് നടപ്പിലാക്കിയിട്ടും ഇൻഫോർമൽ സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ അല്ലെങ്കിൽ അതിലൊരു മാറ്റം വന്നിട്ടില്ല. അതാണ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പം ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലെടുക്കുന്നത് ഇൻഫോർമൽ സെക്ടറിലാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താ, ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റെഗുലർ സാലറിയുടെ അല്ലെങ്കിൽ ഫോർമൽ സെക്ടറിലാണെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കും, സ്ഥിരമായിട്ട് സാലറി വാങ്ങിക്കുന്ന ആളുകളായിരിക്കും, അതുപോലെ തന്നെ അവർക്ക് പെൻഷൻസ് ഉണ്ടായിരിക്കും, മറ്റ് അലവൻസസും ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇൻഫോർമൽ സെക്ടറിൽ തൊഴിലെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, കുറച്ച് എക്സാമ്പിൾസൊക്കെ തന്നിട്ട് ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടറായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ആ എക്സാമ്പിൾസൊക്കെ നന്നായിട്ട് നോക്കുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന അതിൻ്റെ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്, അതായത് തൊഴിലില്ലായ്മ. അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് പീപ്പിൾ ആർ വില്ലിങ് ടു വർക്ക് ബട്ട് വർക്ക് ഈസ് നോട്ട് അവൈലബിൾ. അതായത് ആളുകൾ തൊഴിലെടുക്കാൻ തയ്യാറാണ്, പക്ഷേ അവർക്ക് ആവശ്യത്തിന് എന്തില്ല, ജോലിയില്ല. അപ്പോൾ ജോലി ലഭിക്കാത്ത അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് പല തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് റിപ്പോർട്ട്സ് ഓഫ് NSSO, അതായത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട്സ്, അതുപോലെ തന്നെ റിപ്പോർട്ട്സ് ഓഫ് സെൻസസ് ഓഫ് ഇന്ത്യ, ദെൻ റിപ്പോർട്ട്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളുടെ റിപ്പോർട്ട്, അതുപോലെ തന്നെ ഇന്ത്യയിലെ സെൻസസ് റിപ്പോർട്ടുകൾ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ടുകൾ, ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. ദെൻ ഈ ഒരു റിപ്പോർട്ടുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വെച്ച് നോക്കിയാൽ നമുക്ക് രാജ്യത്തിൻ്റെ എത്രമാത്രം സങ്കീർണമാണ് നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ എന്നൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ നാച്ചർ എങ്ങനെയാണ് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം പല തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട്. അതിൽ ചിലത് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ ഡിസ്ഗേസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെയാണ്. അപ്പം ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇഫ് എ പേഴ്സൺ ഈസ് പ്രിപ്പയർഡ് ടു വർക്ക് ആൻഡ് വർക്ക് ഈസ് നോട്ട് അവൈലബിൾ, ഇറ്റ് ഈസ് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ആളുകൾ തൊഴിലെടുക്കാൻ തയ്യാറാണ്, പക്ഷെ അവർക്ക് എന്തില്ല, അവർക്ക് തൊഴിലൊന്നും കിട്ടാത്ത ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ പ്രത്യക്ഷ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഡിസ്ഗേസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് വെച്ചാൽ ദിസ് ഈസ് എ പെക്യൂലിയർ കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ ഓഫ് ഡെവലപ്പിംഗ് എക്കോണമീസ് ലൈക്ക് ഇന്ത്യ. Disguised unemployment is the situation in which more people are employed in agriculture than necessary. അതായത് പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയുമ്പം ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് നോക്കുകയാണെങ്കിൽ കാർഷിക മേഖലയിൽ കാണപ്പെടുന്ന ഒരു അൺഎംപ്ലോയ്മെൻ്റ് ആണിത്. എവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഈ കൃഷി ചെയ്യാൻ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ആ ഒരു മേഖലയിൽ ജോലിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ഇപ്പം 5 പേരെ ആവശ്യമുള്ളൂ, പക്ഷേ ആ ജോലി എടുക്കാൻ 8 പേര് വന്നു. അപ്പോൾ അതാണ് ഡിസ്ഗേസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം നോക്കുമ്പോൾ അവിടെ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എന്തുണ്ട്, തൊഴിലുണ്ട്, പക്ഷെ എന്നാൽ
അപ്പം എക്സ്ട്രാ ആളുകൾ അവിടെ ആ ഒരു തൊഴിലെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിനകത്ത് കുറച്ച് പേരെ പിൻവലിച്ച് കഴിഞ്ഞാലും ഔട്ട്പുട്ടിൽ കുറവൊന്നും വരില്ല. ഓക്കെ, എന്ന് വെച്ചാൽ ആ എക്സ്ട്രാ എടുക്കുന്ന ആളുകളുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി 0 ആണ് എന്നർത്ഥം. ഓക്കെ, 5 ആളുകളെ അവിടെ ആവശ്യമുള്ളൂ, പകരം 8 പേര് അവിടെ തൊഴിലെടുക്കുന്നുവെങ്കിൽ 3 ആളുകളുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ഗേസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അപ്പോൾ ഇത് സാധാരണഗതിയിൽ കാണപ്പെടുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിലാണ്. അതുപോലെ തന്നെ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ കാലിക തൊഴിലില്ലായ്മ എന്ന് പറയും. എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ഈസ് എ സീസണൽ ഒക്യുപ്പേഷൻ വിച്ച് ക്യാൻ പ്രൊവൈഡ് ജോബ്സ് ഓൺലി ഡ്യൂറിങ് ദ ബിസി സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് സീസൺസ്. ഇൻ ബിറ്റ്വീൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആർ ലിമിറ്റഡ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ കാർഷിക മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കുറച്ച് കാലം മാത്രം ഉണ്ടാവുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ ഇപ്പം വിത്ത് വിതയ്ക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ വിളവെടുപ്പിൻ്റെ സമയത്തൊക്കെ അത്യാവശ്യം തിരക്കുണ്ടാവും, നല്ല ജോലിയൊക്കെ ഉണ്ടായിരിക്കും, ആ ഒരു ടൈമിൽ ബിസി ആയിരിക്കും. പക്ഷേ അതിനിടയിലുള്ള കുറേ സമയം ആളുകൾക്ക് എന്തുണ്ടായിരിക്കില്ല, ജോലി ഉണ്ടായിരിക്കില്ല, ജോലിക്കുള്ള സാധ്യത പരിമിതമാണ് അല്ലേ. അപ്പോൾ ഇത്തരം തൊഴിലില്ലായ്മയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതും കാർഷിക മേഖല അതുപോലെ തന്നെ മറ്റ് ചില സെക്ടേഴ്സിലൊക്കെ ഇതുപോലെയുള്ള അൺഎംപ്ലോയ്മെൻറ്റ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്, ഘടനാപരമായ തൊഴിലില്ലായ്മ. അൺഎംപ്ലോയ്മെൻറ്റ് ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ടെക്നോളജി ഈസ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് നമ്മൾ സാങ്കേതിക വിദ്യയിലുണ്ടായ അല്ലെങ്കിൽ ടെക്നോളജിയിലുണ്ടായിട്ടുള്ള മാറ്റത്തിനനുസരിച്ചിട്ട് സംഭവിക്കുന്നതാണ് ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ. എന്ന് പറഞ്ഞപ്പം അഗ്രികൾച്ചറൽ സെക്ടറിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് മെഷീൻസൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പണ്ടിത് ലേബേഴ്സ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ജോലികളാണ് അല്ലേ. അപ്പോൾ ഈ മെഷീൻസൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ തൊഴിലാളികളുടെ എണ്ണത്തിലൊക്കെ കുറവ് വരുന്നു, കുറേ പേർക്ക് തൊഴിലില്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഇപ്പം ഓഫീസുകളൊക്കെ ആണെങ്കിൽ പണ്ട് കാലത്ത് ആളുകൾ കൂടുതലായിട്ട് ജോലി ചെയ്തിരുന്നു. പിന്നീട് അത് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് ആളുകളുടെ തൊഴിലിലൊക്കെ കുറവ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും പല സെക്ടേഴ്സ്, അതായത് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ, ഇതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ജോബുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ജോബ്ലെസ് ഗ്രോത്ത്, കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, ദെൻ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഏതൊക്കെയാണെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.